ഹലോ, അടുത്ത പാർട്ടിലേക്ക് പോയാലോ നമുക്ക്? ഇനി നീ അവിടേക്ക് പോവണ്ട, ആർദ്രയില്ല അവിടെ. അതോട് എൻ്റെ കുട്ടി ഇന്നലത്തെ കണക്കിൻ്റെ ബാക്കി നോക്ക്. അതിന് പുറമെ കുറച്ച് കണക്കോടിയുണ്ട്, അത് നോക്കണം. നീലം ബുക്ക് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ബുക്കും മറ്റും എടുത്ത് ഉമ്മറത്തേക്ക് പോയി. ഇതെന്താ കുട്ടി, ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇത്ര സിമ്പിൾ കണക്കുകൾ കൂടെ കാൽക്കുലേറ്ററിലാണ് കണക്ക് കൂട്ടണേ? കുറച്ച് കഴിഞ്ഞ് ആർദ്ര ഉമ്മറത്തേക്ക് എത്തി. ആർദ്ര വല്യമ്മയുടെ അടുത്തേക്ക് ചെന്നോളൂ, ഇതൊക്കെ അപൂർണ്ണ ചെയ്തോളൂ. നീലൻ ആർദ്രയുടെ ശബ്ദം കേട്ട് ഉമ്മറത്തേക്ക് വന്നു. ഞാൻ വേണമെങ്കിൽ സഹായിക്കാൻ കാർത്തിയേട്ടാ. വേണ്ട ആർദ്ര, ഇതൊക്കെ അപൂർണ്ണയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നീലം വീണ്ടും പറഞ്ഞു. ആർദ്ര അകത്തേക്ക് പോയി. അവൾക്ക് എന്താ നീലം മനുഷ്യനെ വെറുതെ ദേഷ്യം ശല്യപ്പെടുത്തുക. അപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് കണക്കൂട്ടാൻ തുടങ്ങി. നീലം വാതിൽ ചാരി അപ്പുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നീലം പതിയെ നടന്നു വന്ന് അവളുടെ പിന്നിലായി വന്നിരുന്നു. അതോടെ അപ്പം അവൻ്റെ മേലേക്ക് ചാരി കിടന്നുകൊണ്ടായി ആക്കി കണക്കൂട്ടൽ. കുഞ്ഞെ, നാളെ ക്ലാസ്സിൽ പോവണ്ട ശരിക്കും? അപ്പോൾ വിശ്വാസം വരാതെ ചോദിച്ചു. ശരിക്കും. എന്നാ പോവണ്ട. അവരെന്നാ പോവാ? അറിയില്ല, അവരുടെ രമ്യയുടെ കുഞ്ഞിൻ്റെ നൂല് കെട്ട് ക്ഷണിക്കാൻ വന്നതാ. മിക്കവാറും നാളെ മറ്റന്നാളായി പോവായിരിക്കും. അതെന്തായാലും നന്നായി. കാർത്തിയേട്ടാ, ഒന്ന് വരുമോ? അപ്പോഴേക്ക് അടുക്കളയിൽ നിന്ന് വിളി വന്നു. ദേ വിളിക്കണു, പോയി എന്താന്ന് ചോദിക്കേ. അപ്പോൾ ദേഷ്യത്തിൽ പറയുന്ന കേട്ട് നീലൻ ചിരിയോടെ അടുക്കളയിലേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിന്നും ആർദ്രയുടെ ചിരിയും സംസാരവും കേൾക്കാം. അതൊക്കെ അപ്പോൾ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാക്കി. അതേസമയം തന്നെ അരുണിൻ്റെ കോൾ വന്നു. കാർത്തി എവിടെ? അപ്പോ അവനെ കുറേ നേരമായി വിളിക്കണു. ഇവിടെ ഉണ്ടേട്ടാ, ഞാൻ ഇപ്പം കൊടുക്കാട്ടാ. അപ്പോൾ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ചെറിയമ്മ ചോറ് വയ്ക്കുന്നുണ്ട്. നീലൻ അടുപ്പത്തുള്ള ചിക്കൻ കറി ഇളക്കുന്നു. അവൻ്റെ അടുത്തായി ആർദ്രയും. നീല! അപ്പുവിൻ്റെ തറപ്പിച്ചുള്ള വിളിയിൽ 3 പേരൊന്ന് ഞെട്ടി. നിനക്കൊരു കോളുണ്ട്. അവൾ ഫോൺ നീട്ടിയ നീലം ഫോണുമായി പുറത്തേക്ക് പോയി. അപ്പോൾ അടുപ്പത്തിരിക്കുന്ന കറി ഇളക്കാൻ തുടങ്ങി. അപൂർണ കാർത്തിയേട്ടനെ പേരാണ് വിളിക്കണേ? ആർദ്ര ചോദിച്ചെങ്കിൽ അപ്പു കേൾക്കാത്ത ഭാഗത്തിൽ നിന്നു. അതോടെ ആർദ്രയും സൈലൻ്റായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് നീലം തിരിച്ചു വന്നത്. അത് നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു. PSC എക്സാം റിസൾട്ട് വന്നു, ലിസ്റ്റ് വന്നിട്ടുണ്ട്. നീലം വല്യമ്മയോടാണ് പറയുന്നതെങ്കിലും അപ്പൂലായിരുന്നു കണ്ണ്. ആണോ കാർത്തിയേട്ടാ? അല്ലെങ്കിൽ അമ്മ പണ്ട് മുതലേ പറയാറുണ്ട് എനിക്ക് നല്ല ഐശ്വര്യാന്ന്. ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ച് ഏട്ടന് ജോലി കിട്ടിയത് കണ്ടില്ലേ? ആർദ്ര പറഞ്ഞു. നീലം ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ ഇവള് കാലെടുത്ത് വെച്ചിട്ടല്ല, എൻ്റെ നീലം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട ജോലി കിട്ടിയേ. അപ്പു പിറുപിറുത്തു. അപ്പു മോള് വല്ലതും പറഞ്ഞോ? ഏയ്, കറിയായി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞതാ. നിങ്ങളിരുന്നോ, ഞാൻ വിളമ്പാം. വല്യമ്മ ഓരോന്നായി ഡൈനിങ് ടേബിളിലേക്കായി വെച്ചു. നീലൻ ഒരു ചെയറിലായി ഇരുന്നതോ ആർദ്ര വിളമ്പി കൊടുക്കാനായി നിന്നു. കുട്ടി ഇരുന്നോളൂ, നീലന് വിളമ്പി കൊടുക്കാൻ ഞാനുണ്ട്. അപ്പു ചിരിയാലെ പറഞ്ഞ് നീലന് വിളമ്പി. എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുക്കള വൃത്തിയാക്കിയപ്പോൾ റൂമിലേക്ക് വരുമ്പോൾ നീലൻ ഫോൺ നോക്കിയിരിക്കുകയാണ്. നാളെ ഞാൻ ആർദ്ര ചേച്ചിയെ കൂട്ടി കോളേജിൽ പോയാലോ? അവൾ വാതിലടച്ചുകൊണ്ട് ചോദിച്ചു. അതെന്തിനാ? അല്ല, ആർദ്ര ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടാണല്ലോ നിനക്ക് ജോലി കിട്ടിയേ. അപ്പം ഞാൻ കോളേജിൽ കൊണ്ടുപോയാൽ എനിക്ക് റാങ്ക് എങ്ങാനും കിട്ടിയാലോ? നിന്നോട് ആരാ പറഞ്ഞേ എനിക്ക് ജോലി കിട്ടാൻ കാരണം അവളാണെന്ന്? ആ പെണ്ണങ്ങനെ പറഞ്ഞപ്പോൾ നീ മിണ്ടാതെ നിൽക്കല്ലേ ചെയ്തേ? ഓ, അതാണ് കാര്യം. നീലൻ അവളുടെ അരികിലായി നീങ്ങിയിരുന്ന് തോളിലൂടെ കൈയിട്ടു. ദേ, വെല്ലുമ്മയ്ക്ക് സങ്കടമാവണ്ടെന്ന് കരുതിയ എന്നെങ്ങാനുമാണ് പറയാൻ പോകുന്നതെങ്കിൽ എൻ്റെ സ്വഭാവം മാറൂട്ട നീല. നീ എന്തിനു ദേഷ്യപ്പെടണേ? ഞാൻ പഠിച്ചത് കൊണ്ടാണ് എൻ്റെ ലിസ്റ്റ് പേര് വന്നത്. അല്ലാതെ അത് നിനക്കും എനിക്കും അറിയാം, ആർദ്രയ്ക്കും വരെ അറിയാം. എന്നാലും ആ കുട്ടിയുടെ സ്വഭാവം അങ്ങനെയാ. നിന്നെ ഞാൻ പൂജ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി ഒരു മാലയിട്ട് വെക്കട്ടേടാ. എന്തിന്? അല്ല, അത്രയും വിശാല മനസ്സാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.
അപ്പു പുച്ഛത്തോടെ ബെഡിലേക്ക് കിടന്നു. ആ ലൈറ്റ് ഓഫ് ചെയ്യോ? ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നീലൻ അവളുടെ കാതിനരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഉറങ്ങാൻ, അല്ലാതെ എന്തിനാ ഉറങ്ങണേ? ഇത് നീല എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ടാട്ടാ. ഈ പെണ്ണ് കുറച്ച് റൊമാൻറ്റിക് ആവാൻ സമ്മതിക്കില്ല. നീല വീറുപുറത്തുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കി കിടന്നു. ഉറങ്ങാണോ? നീലൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. അല്ല, ഡാൻസ് കളിക്കാൻ എന്താ കൂടണ? കിടന്ന് ഉറങ്ങാൻ നോക്കു നീല. ഓ, അത് പറഞ്ഞവൻ മലർന്ന് കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പുവിൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്